السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وسلم رحمة للعالمين وعلى آله وصحبه أجمعين. വേദിയിലും സദസ്സിലുമുള്ള വളരെ ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ വിശിഷ്ട വ്യക്തികളെ ഞാൻ അഭിസംബോധന ചെയ്ത് വളരെ സമയബന്ധിതമായി നടക്കുന്ന ഈ പരിപാടിയുടെ സമയനിഷ്ഠയിൽ ഇടപെട്ട് അതിനൊരു പരിക്ക് വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും വളരെ ബഹുമാന്യരാണ്. ഡോക്ടർ E.K. അഹമ്മദ് കുട്ടി സാഹിബ് അടക്കം. ഞാനിങ്ങോട്ട് കടന്നു വരുമ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്ന എൻ്റെ വന്യനായ അധ്യാപകൻ കൂടിയായ കാലിക്കറ്റ് സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കുറുപ്പ് സാറടക്കം, പ്രിയപ്പെട്ട സുഹൃത്ത് ജാബിർ യമാനി അടക്കം എല്ലാവരെയും, വേദിയിലും സദസ്സിലുമുള്ള നിങ്ങളെല്ലാവർക്കും എൻ്റെ ആദരം. ആദ്യമായി ISM-ൻ്റെ ഈ സംരംഭത്തെ, വളരെ പ്രധാനപ്പെട്ട ഈ സംരംഭത്തെ അഭിനന്ദിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. കേരളം ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ, കേരളം ചർച്ച ചെയ്യുന്ന എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതൊരു അക്കാദമികമായ ഒരു ചർച്ച കേരളത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് നടന്നു അല്ലെങ്കിൽ നടക്കുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല. അവിചാരിതമായി കേരളത്തിൽ ഈ വിഷയം ശ്രദ്ധിക്കപ്പെടുകയാണ് ഉണ്ടായത്. കാരണങ്ങളാകട്ടെ നവോത്ഥാനപരം എന്നതിനേക്കാൾ സാമൂഹികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദങ്ങളാണ് ഒരുപക്ഷെ ഈ വിഷയത്തെ ഇപ്പോൾ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുവന്നത്. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അത് കുറേ കൂടി ഉപരിപ്ലവമാണ്. അതിൻ്റെ വിവിധങ്ങളായ മാനങ്ങളെക്കുറിച്ച് ഇവിടെ ചർച്ചകൾ നടക്കാൻ സാധ്യതയുള്ളതാണ്. പക്ഷെ വളരെ സംവാദത്തിന് സാധ്യതയുള്ള ഈ വിഷയം ISM ഒരു ഇൻ്റർനാഷണൽ കൊളോക്കിയം തന്നെ സംഘടിപ്പിച്ച് ചർച്ച ചെയ്തു എന്നുള്ളത് കേരളത്തിലെ പ്രബുദ്ധ സമൂഹത്തോട് നിങ്ങൾ കാണിച്ച പ്രതിബദ്ധതയുടെ ഒരു പ്രകടനമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നവും വിഷയവുമാണിത്. വളരെ വ്യത്യസ്തമായ വീക്ഷണകോണുകളിലൂടെ നോക്കിക്കാണാൻ അനന്തമായ സാധ്യതകളുള്ള ഒരു വിഷയമാണ്. ഞാൻ ചില ചിന്തകൾ അത് സംബന്ധമായിട്ട് ഇവിടെ അവതരിപ്പിക്കുവാൻ മാത്രമാണ് ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. ഈ വിഷയം എത്രമാത്രം കുഴഞ്ഞു മറിഞ്ഞതാണ് എന്നുള്ളതിൻ്റെ തെളിവ് ISM തന്നെ ഈ ചർച്ചയ്ക്ക് നൽകിയിട്ടുള്ള ശീർഷകമാണ്. നവോത്ഥാനം എന്ന ഇൻ്റർനാഷണൽ കൊളോക്കിയത്തിൻ്റെ നവോത്ഥാനത്തെ മുഖ്യപ്രമേയമായിട്ടുള്ള ഈ ചർച്ചയിൽ ഇംഗ്ലീഷിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ശീർഷകം ഇൻ്റർനാഷണൽ കൊളോക്കിയം ഓൺ റിഫോം എന്നാണ്. ഇംഗ്ലീഷിൽ നവോത്ഥാനത്തിന് റിനൈസാൻസ് എന്ന പദം പ്രയോഗത്തിലിരിക്കുമ്പോഴും റിഫോം എന്നൊരു പക്ഷേ നിങ്ങൾ നൽകിയത് വളരെ ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടുമായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇംഗ്ലീഷിൽ റിനൈസാൻസ് എന്ന പദത്തോടോ സാങ്കേതികമായിട്ടുള്ള ഭാഷാപരമായ പ്രയോഗങ്ങളോടോ ഒന്നും യാതൊരു രീതിയിലുള്ള അസഹിഷ്ണുതയും നമ്മൾ കാണിക്കേണ്ടതില്ല എന്ന് ഞാൻ മുഖവുരയായി, നമ്മളത് കാണിക്കുന്നവരുമല്ല, ഞാൻ എൻ്റെ ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യമേ എൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു കൊള്ളട്ടെ. വാക്ക് അല്ലെങ്കിൽ ഭാഷ അതിനോടൊന്നുമുള്ള സങ്കുചിതത്വം നമ്മെ അലട്ടേണ്ടതല്ല. പക്ഷേ ഇംഗ്ലീഷിൽ റിനൈസാൻസ് എന്ന് പ്രയോഗിക്കപ്പെടുന്ന ആ സാങ്കേതിക ശബ്ദത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. അതിനോട് ധാരാളം വിയോജിപ്പുകൾ നമുക്ക് പ്രകടിപ്പിക്കേണ്ടതായിട്ടും വരും. ആ പദത്തോടല്ല, ഞാൻ വീണ്ടും അത് ആവർത്തിച്ച് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു, വാക്കിനോടല്ല. ചരിത്രത്തിൽ റിനൈസാൻസ് എന്ന പദം 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന
ആ സംഗതിയുടെ സാങ്കേതികമായിട്ടുള്ള അവസ്ഥയോട്, അതിൻ്റെ ഉള്ളടക്കത്തോട് എനിക്കുള്ള വിയോജിപ്പ് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ എൻ്റെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പ്രകടിപ്പിച്ചു കൊള്ളട്ടെ. മലയാളത്തിലേക്ക് വരുമ്പോൾ റിനൈസാൻസ് എന്ന പദത്തിന്, നവോത്ഥാനം എന്ന വാക്കും തന്നെ സാങ്കേതികമായി അങ്ങനെ വന്നു. പക്ഷേ റിനൈസാൻസ് എന്ന വാക്കിന് മലയാളത്തിലേക്ക് ചേരാവുന്ന കൂടുതൽ ഉചിതമായ പരിഭാഷ പുനരുത്ഥാനം, പുനരുജ്ജീവനം എന്നുള്ളതായിരിക്കും. നവോത്ഥാനം തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം വളരെ വളരെ ലോലമാണ്. പക്ഷെ ആ വ്യത്യാസം ലോലമാണെങ്കിലും ആ വ്യത്യാസങ്ങൾ നമ്മുടെ വിഷയത്തെ സംബന്ധിച്ച് വളരെ വളരെ ശ്രദ്ധേയമാണ്. യൂറോപ്പിൽ നവോത്ഥാനം ഉണ്ടായത് 14-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലാണെന്നുള്ളത് നമുക്കൊക്കെ അറിവുള്ള കാര്യമാണ്. എന്താണ് യൂറോപ്യന്മാർ ഉദ്ദേശിക്കുന്ന നവോത്ഥാനത്തോടുള്ള വിയോജിപ്പ് എന്നത് ഞാനിവിടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ. അത് മുഴുവനൊരു ചതിയുടെ കഥയാണ്. യൂറോപ്യൻ നവോത്ഥാനം ഒന്നാം തരം ചതിയുടെ കെട്ടിച്ചമക്കപ്പെട്ട കഥയാണ്. അതിൻ്റെ നിർവചനം തന്നെ എങ്ങനെയെന്ന് ചോദിച്ചാൽ, മലയാളത്തിലും ആ നിർവചനം അപ്പടി പലരും എടുത്തു കൊടുത്തിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൗതുകകരമായൊരു കാര്യം, നവോത്ഥാനം എന്ന വാക്കിൻ്റെ അർത്ഥം അന്വേഷിച്ച് നാം വല്ല ഡിക്ഷണറിയോ അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇന്നത്തെ സോഷ്യൽ മീഡിയ പോലുമോ റെഫർ ചെയ്താൽ നമുക്കുടനെ ഇറ്റലിയിലെ, യൂറോപ്പിലെ റിനൈസൻസ് ആണ് വരിക. മിക്കവാറും അറിയപ്പെട്ട എല്ലാ ലോക നിഘണ്ടുക്കളിലും റിനൈസാൻസിനെ അന്വേഷിച്ച് ചെന്നാൽ നേരിട്ട് ഭാഷാ അർത്ഥം കിട്ടിയെന്ന് വരും. പക്ഷേ അത് ഉടനെ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ 14-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലുണ്ടായ ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിഘണ്ടുക്കാർ പറയാം. കലയിലും സാഹിത്യത്തിലും ഒക്കെ ഉണ്ടായിട്ടുള്ള പുത്തനുണർവ്. അപ്പോൾ റിനൈസാൻസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന യൂറോപ്യൻ നവോത്ഥാനം എന്ന് പറയുന്ന ആ സാങ്കേതിക സംഗതിയോട് പൂർണ്ണമായി വിയോജിച്ചുകൊണ്ട് മാത്രമേ നവോത്ഥാനത്തെ പറ്റി ചർച്ച ചെയ്യാൻ സാധിക്കൂ. എന്താണ് അതിനോടുള്ള വിയോജിപ്പ്? എന്തെങ്കിലും മുൻവിധി കൊണ്ടോ പ്രിജുഡിസ് കൊണ്ടോ ഒന്നുമല്ല. യൂറോപ്യൻ നവോത്ഥാനം ഞാൻ പറഞ്ഞില്ലേ, ചതിയുടെ കഥ എന്ന് പറയുമ്പോൾ, കെട്ടിച്ചമക്കപ്പെട്ട കഥ എന്ന് പറയുമ്പോൾ, യൂറോപ്യൻ നവോത്ഥാനത്തിന് അതിൻ്റെ വക്താക്കൾ തന്നെ നൽകിയിട്ടുള്ള നിർവചനം ബാഹ്യപ്രേരണകളില്ലാതെ ചിന്തയുടെയും കർമ്മത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പുനരുത്ഥാനം എന്നുള്ളതാണ്. ബാഹ്യപ്രേരണകളില്ലാതെ എന്ന യൂറോപ്പിൻ്റെ കണ്ടുപിടുത്തം വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പക്ഷേ ഞങ്ങളുടെ നവോത്ഥാനം ഞങ്ങളായിട്ട് ഉണ്ടാക്കിയതാണ്, നിങ്ങൾക്കാർക്കും അതിൽ പങ്കില്ല. യൂറോപ്പിലുണ്ടായതാണ്. 14-ാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് റോമൻ സംസ്കാരമാണ് ഞങ്ങളുടെ അടിസ്ഥാനം. അതായത് 14-ാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് റോമൻ സംസ്കാരത്തിൻ്റെ പുനരുജ്ജീവനമാണ് യൂറോപ്യൻ നവോത്ഥാനം. 14-ാം നൂറ്റാണ്ടിലുണ്ടായ നവോത്ഥാനം മുമ്പേ ഉണ്ടായിരുന്ന അരിസ്റ്റോട്ടിലിൻ്റെ, പ്ലാറ്റോയുടെയൊക്കെ റിനൈസാൻസിൻ്റെ കഥ പറയുന്നിടത്ത് തന്നെ, തുടങ്ങുന്നിടത്ത് ഇറ്റലിയിൽ ആണ്ടറുതി പോലെ ആഘോഷിക്കപ്പെട്ടിരുന്നു പ്ലാറ്റോയുടെ ജന്മദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആണ്ടറുതിയായിട്ട് ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്, ആ കാലഘട്ടത്തിൻ്റെ പുനരുജ്ജീവനമാണ്. ഇതിൽ ഏഷ്യക്കാർക്ക് എന്തിരിക്കണം? ഇതിൽ പൗരസ്ത്യ സംസ്കാരത്തിൻ്റെ വക്താക്കൾക്ക് എന്തിരിക്കണം? ഇതിൽ എന്ത് കാര്യം? ഇനി ഈ പറയുന്ന ബാഹ്യപ്രേരണകളില്ലാതെ എന്ന് പറയുന്നത് ഒന്നാം തരം ചതിയാണ്. യൂറോപ്യൻ നവോത്ഥാനം പൂർണ്ണമായി ഏഷ്യൻ ആഫ്രിക്കൻ സാംസ്കാരികമായ പൈതൃകത്തിൻ്റെ ചോരണമാണ്. യൂറോപ്പിൽ തന്നെ സ്പെയിനിലോളം എത്തിയ അറേബ്യൻ അല്ലെങ്കിൽ സാരസൻ അല്ലെങ്കിൽ ഇസ്ലാമിക സംസ്കാരം, അതിൻ്റെ ശാസ്ത്ര സാംസ്കാരിക നേട്ടങ്ങളൊക്കെ സുവിദിതമാണ്. സത്യത്തിൽ ഈ യൂറോപ്യൻ നവോത്ഥാനം സ്പെയിനിൽ പോയിട്ട് അതിൻ്റെ വാതിൽക്കൽ മുട്ടുന്നത് അറബികളാണ്. അറബികൾക്ക് സംസ്കാരത്തെക്കുറിച്ചോ ശാസ്ത്രത്തെക്കുറിച്ചോ കാര്യമായ ഒരു ബോധവുമില്ലാത്ത കാലത്ത് ലോകത്ത് ഉന്നതമായ വൈജ്ഞാനിക, ബൗദ്ധിക, ധൈഷണിക മേഖലകൾ കീഴടക്കിയിരുന്ന ഒരു സംസ്കാരം
ഈ ആഫ്രിക്കൻ സംസ്കാരമുണ്ട്, ഈജിപ്ഷ്യൻ സംസ്കാരം വേറെയുണ്ട്, ചൈനീസ് സംസ്കാരമുണ്ട്. ഈ സംസ്കാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ സംസ്കാരങ്ങളുടെ നേട്ടങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി അതെല്ലാം തങ്ങളുടെ പേരിൽ അടിച്ചിറക്കുന്ന ബുദ്ധിപരമായ ചോരണമാണ് ഇന്റലക്ച്വൽ തെഫ്റ്റ്. അതാണ് യൂറോപ്യൻ നവോത്ഥാനം. ബാഹ്യപ്രേരണകളില്ലാതെ ഒരു നവോത്ഥാനം ഉണ്ടായി വരുമോ എന്ന് ചോദിച്ചാൽ തന്നെ പറയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇന്ത്യൻ നവോത്ഥാനങ്ങളിൽ അതിൽ ധാരാളം ബാഹ്യ സ്വാധീനങ്ങളുണ്ട്. കേരളീയ നവോത്ഥാനത്തിലുണ്ട്. നവോത്ഥാനം ഉണ്ടാകുന്നത് തന്നെ ഒരുപാട് ചോദനകൾ ചേർന്നുകൊണ്ടാണ്. നവോത്ഥാനത്തിന്റെ ഏകശിലാഖണ്ഡ രൂപമാണ് യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ വക്താക്കൾ അവതരിപ്പിക്കുകയുണ്ടായത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ചരിത്രത്തിൽ എന്നും ഒരു കരിനിഴൽ വീഴ്ത്തിയ യൂറോ കേന്ദ്രീകൃത ലോകവീക്ഷണത്തിന്റെ മറ്റൊരു പതിപ്പാണ് നവോത്ഥാനം. എന്താണ് യൂറോ കേന്ദ്രീകൃത ലോകവീക്ഷണം? ലോകത്ത് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായത് യൂറോപ്പിലാണ്. എല്ലാ മഹത്വങ്ങളുടെയും ഉറവിടം യൂറോപ്പാണ്. എല്ലാ വൈജ്ഞാനിക നേട്ടങ്ങളുടെയും ഉറവിടം യൂറോപ്പാണ്. മാനവരാശിയുടെ സാംസ്കാരികമായ ഉന്നമനം സംഭവിച്ചത് യൂറോപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇത് സ്ഥാപിക്കാനും ലോകത്ത് തങ്ങളുടെ ബുദ്ധിപരമായ ആധിപത്യം ചെലുത്താനുമാണ് യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ വക്താക്കൾ ശ്രമിക്കുകയുണ്ടായത്. പക്ഷെ ഇതിൻ്റെ ഒന്നും പേരിൽ ആ വാക്കിനോട് നമുക്ക് അല്ലെങ്കിൽ ആ ആശയത്തോട് എതിർപ്പുണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ യൂറോപ്പുകാർ നവോത്ഥാനത്തെ നിർവചിച്ച രീതിയോടോ വിയോജിപ്പുണ്ടാകേണ്ടത് നിർബന്ധമാണ്. ഒന്നാമത് അവിടെ നവോത്ഥാനം ഉണ്ടായത് ചരിത്രം. ഇവിടെ ഡോക്ടർ KKN കുറുപ്പിനെ പോലുള്ള ചരിത്ര പണ്ഡിതന്മാർ സന്നിഹിതരായിട്ടുള്ള സന്ദർഭമാണ്. യൂറോപ്യൻ നവോത്ഥാനം ഉണ്ടായി വന്നത് തന്നെ എങ്ങനെ എന്നുള്ളതിലേക്കൊന്നും ഞാൻ തൽക്കാലം ഈ അവസരത്തിൽ ചർച്ച നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി യൂറോപ്പിൽ നവോത്ഥാനം ഉണ്ടായ ആ രീതി തന്നെ ഒന്ന് പരിശോധിക്കാം. യൂറോപ്യൻ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഒരു പുസ്തകത്തെ പറ്റി പറയും. ഡാന്റെയുടെ ഡിവൈന കൊമീഡിയ അഥവാ ഡാന്റെയുടെ ഡിവൈൻ കോമഡി. ഒരു പുസ്തകം നവോത്ഥാനം ഉണ്ടാക്കി എന്നാണ് പറയുക. നവോത്ഥാനം ഉണ്ടാക്കിയ പല ഘടകങ്ങളിൽ ഒന്നാണ് ഈ പുസ്തകം. പക്ഷേ വളരെ വലിയ ഒരു സ്വാധീന ശക്തിയായിട്ടാണ് യൂറോപ്യൻ നവോത്ഥാനത്തിൽ ദാന്തെയുടെ ഈ പുസ്തകം വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ പുസ്തകം ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തം പോലെ, അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ ഒരു വലിയ ഒരു ചോദനയായി പ്രചോദനമായിട്ടൊക്കെ വാഴ്ത്തപ്പെടാൻ ഈ പുസ്തകത്തിന് എത്രമാത്രം അവകാശമുണ്ട് എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ മാനുഷിക മൂല്യങ്ങളുടെ, ലിബറൽ ചിന്തകളുടെ ഒരാവിഷ്കാരം എന്നാണല്ലോ പറയപ്പെടുന്നത്. മതേതരത്വത്തിൻ്റെ, ലിബറൽ ചിന്താഗതിയുടെ, മാനവികതയുടെ എല്ലാം ഒരാവിഷ്കാരം, അതാണ് നവോത്ഥാനം. ഇപ്പോൾ കേരളത്തിലൊക്കെ അത് ചർച്ച ചെയ്യുന്നത്, ലോകത്തെവിടെയും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. പാരമ്പര്യത്തിൻ്റെ ചില ഉച്ചനീചത്വങ്ങളെ നിഷേധിച്ചുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കൊണ്ടാട്ടം, അതാണ് നവോത്ഥാനം ചുരുക്കത്തിൽ. അങ്ങനെയാണെങ്കിൽ യൂറോപ്യൻ നവോത്ഥാനത്തിന് നവോത്ഥാനം എന്ന് അവകാശപ്പെടാനുള്ള വല്ല വകുപ്പുമുണ്ടോ? ദാന്തെയുടെ ഈ പുസ്തകം വംശീയതയുടെ, വർഗീയതയുടെ, സാംസ്കാരികമായ കുടിപ്പകയുടെ ഒന്നാം തരം ഉദാഹരണമാണ്. പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശാരോഹണം എന്ന മെഹ്റാജ് സംഭവത്തെയാണ് ദാന്തെ ഇതിൽ ഉപജീവിച്ചിട്ടുള്ളത്. കവി നടത്തുന്ന ഒരു വാനലോക സഞ്ചാരമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രമേയം. ധാരാളം ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഡാന്റെക്ക് ഈ പ്രമേയം കിട്ടിയത് മെഹ്റാജ് സംഭവത്തിൽ നിന്നാണ് എന്ന്. ലോകത്തിൽ ആദ്യമായിട്ടൊരു പുസ്തകത്തിൽ ഒരു കവി തൻ്റെ ഒരു വാനലോക സഞ്ചാരം ഭാവനയിൽ അവതരിപ്പിക്കുകയാണ്. ഞാൻ അതിൻ്റെ ആ വശത്തേക്ക് കടക്കുന്നില്ല.
പക്ഷേ താൻ വാനലോക സഞ്ചാരം നടത്തുന്നതായി കവി ഒരു ആത്മകഥാ കഥനമായിട്ട് അവതരിപ്പിക്കുന്ന ഈ പുസ്തകത്തിൽ മറ്റു മതങ്ങളോടും മറ്റു സംസ്കാരങ്ങളോടുമുള്ള അദ്ദേഹത്തിൻ്റെ വെറുപ്പ്, ഡാന്റെയുടെ വെറുപ്പ് വളരെ പ്രകടമായിട്ട് വായിക്കാൻ സാധിക്കും. അദ്ദേഹം അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയെ കണ്ടുമുട്ടുന്നത് ഈ പുസ്തകത്തിലുണ്ട്. അത് പറയാൻ കൊള്ളാത്ത അത്രയേറെ ആക്ഷേപകരമായ, അത്രയേറെ വെറുപ്പോടുകൂടി ആണ് പരിശുദ്ധ നബി പ്രവാചക തിരുമേനിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പുസ്തകത്തിൽ ദാന്റെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യം യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ സ്തുതിപാഠകർ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നവോത്ഥാനം എന്ന് കേൾക്കുമ്പോഴേക്ക് ഇത് തന്നെയാണ് ലോകത്തെല്ലാം എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യം ഇല്ല. യൂറോപ്പിൽ നിന്നുണ്ടായി വന്ന ഈ പദവും അതിൻ്റെ സാംസ്കാരികമായ പശ്ചാത്തലവുമൊക്കെ ഈ പറയുന്ന പോലെ അത്ര പുരോഗമനപരമല്ല എന്നുള്ള ചരിത്ര വസ്തുത, ഒരു സമാന്തരമായ ഒരു ബോധമണ്ഡലം ഇന്ന് നവോത്ഥാനത്തെപ്പറ്റി നിർബന്ധമായും രൂപീകരിക്കേണ്ടത് അനിവാര്യമായി വന്നിരിക്കുകയാണ്. മറ്റൊരു സംഗതി, ഞാൻ ചില ബഹുമാനപ്പെട്ട ഷെയ്ഖ് സാഹിബ് അടക്കം വളരെ പ്രമുഖരായ പലരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു, സംസാരിക്കാനിരിക്കുന്നു. മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ നവോത്ഥാനവും സാമൂഹിക പരിവർത്തനവും തമ്മിലുള്ള ചേർച്ച തീർച്ചയായിട്ടും പരാമർശിക്കപ്പെടേണ്ടതുണ്ട്. എന്താണ് നവോത്ഥാനം? ഞാൻ പറഞ്ഞില്ലേ, വാക്കിൽ തന്നെ നിങ്ങളിവിടെ റിഫോം എന്നാണ് പ്രയോഗിച്ചത്. അതിൻ്റെ നേരെ മലയാളം പരിഷ്കരണം, നവീകരണം എന്നൊക്കെയാണ്. അല്ലെങ്കിലും സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ നവോത്ഥാനത്തിൻ്റെ മുഴുവൻ ഉള്ളടക്കവും സാമൂഹിക പരിഷ്കരണത്തോട് ബന്ധപ്പെട്ടതാണ്, സാമൂഹിക നവീകരണത്തോട് ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ ഇപ്പോൾ ഈ നടക്കുന്ന ഈ സംഗതി, ഈ ചർച്ചകളും വിവാദങ്ങളും ആകെ ആറ്റിക്കുറുക്കി നോക്കിയാൽ കേരള ചരിത്രത്തിൽ നടന്ന സാമൂഹിക പരിഷ്കരണമാണ് ഈ ചർച്ച ചെയ്യപ്പെടുന്നത്. നവോത്ഥാനം എന്ന പേരതിന് നൽകിയാലും ശരി, ഇല്ലെങ്കിലും ശരി. പക്ഷേ സാമൂഹിക പരിഷ്കരണം മുഴുവനും നവോത്ഥാനമാകണമെന്നില്ല. എന്നാൽ എല്ലാ നവോത്ഥാനത്തിൻ്റെ അകത്തും സാമൂഹിക പരിഷ്കരണം ഉണ്ടായിരിക്കുകയും ചെയ്യും. ചില ചരിത്രകാരന്മാർ, ചില നിരൂപകന്മാർ കുറച്ചുകൂടി സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അവരനുഭവിച്ച ഈ പ്രതിസന്ധിയെ, ഇതൊരു ചരിത്രകാരൻ്റെയും ഒരു പ്രതിസന്ധിയായിട്ട് എനിക്ക് തോന്നുന്നു. സാമൂഹിക പരിഷ്കരണത്തെയും നവോത്ഥാനത്തെയും വേർതിരിക്കുന്ന രേഖ എന്താണ്? വേർതിരിക്കാൻ സാധിക്കുമോ? വേർതിരിക്കാൻ കഴിയുമെങ്കിൽ അത് എങ്ങനെയാണ്? രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ എന്താണ് ഈ പദപ്രയോഗത്തിൻ്റെ പ്രസക്തി, വെവ്വേറെ പദപ്രയോഗങ്ങളുടെ പ്രസക്തി? അതുകൊണ്ട് സൂക്ഷ്മതയോടെ ചില ചരിത്രകാരന്മാർ ഇങ്ങനെ രേഖപ്പെടുത്തി, നവോത്ഥാനത്തിൻ്റെ വേരുകൾ സാമൂഹിക പരിഷ്കരണത്തിലാണ്. ഇന്ത്യയുടെ ചുറ്റുപാടിലെങ്കിലും ഇത് തീർത്തും സാമൂഹിക പരിഷ്കരണമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. കേരളത്തിലെ നവോത്ഥാനം എന്ന് പറയുന്നത് ഇവിടെ നൂറ്റാണ്ടുകളായി മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരുന്ന ഉച്ചനീചത്വങ്ങൾ, സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം അനുഭവിച്ചിരുന്ന അനീതികൾ, അതിനെതിരായ ചെറുത്തുനിൽപ്പാണ്, അതിൽ നിന്നുള്ള മോചനമാണ്. അതിനെ ഏത് പേരിട്ട് വിളിച്ചാലും അങ്ങനെ തന്നെ. അതായത് റിനാഷിത എന്ന പദത്തിൽ നിന്നാണ് റിനൈസാൻസ് ഉണ്ടാകുന്നത്. രണ്ടാം പിറവി എന്ന അർത്ഥം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫ്ലോറൻസ് നഗരത്തിൽ പ്ലാറ്റോയുടെ ജന്മദിനം ആഘോഷിച്ചു പോന്ന ആ പാരമ്പര്യം ആകെ ദാന്തേക്ക് നരകത്തോടാണ് ആഭിമുഖ്യമെന്ന് തോന്നിപ്പോകും. ദാന്തേയുടെ ഡിവൈന കൊമീഡിയയിൽ നരകം കാണാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു കവിയുടെ വഴികാട്ടിയായി അദ്ദേഹം സ്വീകരിക്കുന്നത്, നരകം കാണാൻ ഇറങ്ങിത്തിരിക്കുന്ന കവിയുടെ വഴികാട്ടിയായി ദാന്തെ സ്വീകരിക്കുന്നത് 14 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച വിർജിൽ എന്ന കവിയെയാണ്. പുറകോട്ട് പോവാം. അതാണ് നവോത്ഥാനം. പൂർവസൂരികളിലേക്ക് തിരിച്ചു പോവുക, പൂർവീകരെ സന്ദർശിക്കുക, ആദരിക്കുക, അനുകരിക്കുക. നവോത്ഥാനത്തിന് ഒരു പിറകോട്ടടിയുണ്ട്. യൂറോപ്യൻ നവോത്ഥാനത്തിന്
അത് തന്നെ അത്ര ആരോഗ്യകരമാണോ എന്ന ചിന്ത വളരെ വളരെ പ്രസക്തമാണ്. നവോത്ഥാനം നമ്മൾ കേൾക്കുമ്പോൾ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്, നവ ഉത്ഥാനം, പുതിയ ഉണർവ്, നേരത്തെ ഉണ്ടായതിനെ ജീവിപ്പിക്കുന്നതാണ് പുതിയ ഉണർവ്. അപ്പോൾ യൂറോപ്യന്മാർ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ ചരിത്രത്തെ, സംസ്കാരത്തെ, ധൈഷണിക പാരമ്പര്യത്തെ ഉണർത്തുകയാണ് ചെയ്തത്, പുനരുജ്ജീവിപ്പിക്കുകയാണ് ചെയ്തത്. യൂറോപ്യൻ നവോത്ഥാനത്തിലൂടെ നമ്മളിന്നിവിടെ കേൾക്കുന്ന പോലെ അവർ യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ വക്താക്കൾ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് മുന്നോട്ട് പോകൂ എന്നല്ല, 10-14 നൂറ്റാണ്ട് പിറകോട്ട് പോകും, അല്ലെങ്കിൽ കുറെ പിറകോട്ട് പോകും, പഴയ ഗ്രീക്കിലേക്ക് പോകും, പഴയ റോമൻ സംസ്കാരത്തിലേക്ക് പോകും. അതാണ് പുനരുത്ഥാനം. പുനരുത്ഥാനം എന്ന വാക്കിന് മലയാളത്തിൽ വേറെ ചില സാങ്കേതികമായ അർത്ഥകൽപ്പനകൾ ഉണ്ട്. ഞാൻ അതിലേക്കല്ല കടക്കുന്നത്, ഞാൻ ഈ ഭാഷാർത്ഥം മാത്രമാണ് പറയുന്നത്. ഇവിടെ പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ റിവൈവൽ എന്ന് പറയപ്പെടുന്ന ഇംഗ്ലീഷിലെ മതപുനരുത്ഥാനവാദത്തെ മാത്രമാണ് മലയാളത്തിൽ സാങ്കേതികമായി ആ പദം കൊണ്ട് അർത്ഥമാക്കാറുള്ളത്. ഞാനിവിടെ ആ അർത്ഥത്തിലല്ല, ഭാഷാർത്ഥത്തിൽ മാത്രമാണ് അത് പ്രയോഗിക്കുകയുണ്ടായത്. അതുകൊണ്ട് ഈ ബാഹ്യപ്രേരണ കൂടാതെ ഉണ്ടായി. അപ്പോൾ യൂറോപ്യൻ നവോത്ഥാനം പിറകോട്ട് പോക്കിനാണ് ആവശ്യപ്പെട്ടത്, ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തെ സംഗതി, അതിൽ കാര്യമായ സാമൂഹിക പരിഷ്കരണമില്ല. അത് വല്ലാത്തൊരു ഹാൻഡിക്യാപ്പാണ്. യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ വല്ലാത്തൊരു വൈകല്യമാണ്. സാമൂഹിക പരിഷ്കരണമല്ല, സമൂഹത്തെ പിറകോട്ട് കൊണ്ടുപോയി ചരിത്രത്തിൽ നല്ല കാലമെന്ന് അവർ പറയുന്ന ഒരു കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ് അവർ ചെയ്തത്. ഏഷ്യയിലും ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിലും നടന്ന ഈ സാമൂഹിക പരിഷ്കരണം അഥവാ നവോത്ഥാനം എന്ന് പറയപ്പെടുന്നത് പൂർണ്ണമായും മുന്നോട്ട് കൊണ്ടുപോകുന്ന സാമൂഹിക പരിഷ്കരണത്തിൻ്റെ രീതിയിലാണ് ഇവിടെ നവോത്ഥാനം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായത്. ഭാവനയിൽ ബഹുദൂരം മുന്നോട്ട് പോയി, അത് പിന്നെ ഫ്രാൻസിലേക്ക് പരന്നു, ഇന്ത്യയിലേക്ക് പരന്നു. പ്രാചീന യവന സംസ്കാരത്തിൻ്റെ, പ്രാചീന റോമൻ സംസ്കാരത്തിൻ്റെ പുനരുത്ഥാനമാണ് അവർ ആവശ്യപ്പെട്ടത്. അത് തങ്ങളുടെ സ്വന്തം രീതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാഹ്യപ്രേരണകളില്ലാതെ യൂറോപ്യൻ നവോത്ഥാനം ഉണ്ടായി എന്നാണ് പറയുന്നത്. പച്ചക്കള്ളമാണ്. കാരണം യൂറോപ്യന്മാർ ഈ പറഞ്ഞ അവരുടെ തന്നെ പഴയ പാരമ്പര്യത്തെ വായിക്കുന്നത് അറബി ഭാഷയുടെ സഹായത്താലാണ്. പ്ലാറ്റോയുടെ, അരിസ്റ്റോട്ടലിൻ്റെ ഒക്കെ കൃതികൾ ഈ നവോത്ഥാന കാലത്തെ യൂറോപ്യന്മാർക്ക് ലഭ്യമാക്കി കൊടുത്തത് അറബികളുടെ ഇടപെടലാണ്. അത് ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അറബികൾ ട്രാൻസ്മിറ്റേഴ്സ് ആയിരുന്നു. സ്വന്തം നിലയിലുള്ള ആശയങ്ങൾ കണ്ടുപിടിച്ചവർ മാത്രമായിരുന്നില്ല, ശാസ്ത്രത്തിലും മറ്റും ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസ്കാരങ്ങളുടെ വിനിമയം നടത്തിയവരായിരുന്നു അറബികൾ. ഉദാഹരണമായിട്ട് ഭഗവത്ഗീത, ഉപനിഷത്ത്, ഇതൊക്കെ യൂറോപ്യന്മാർ വായിക്കുന്നത് അറബിയിലൂടെ വന്നിട്ടാണ്. അൽബറൂണിയുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട പങ്ക് അതാണ്. സംസ്കൃതം നേരിട്ട് അവർ പഠിച്ചിട്ടില്ല. അറബികളത് സംസ്കൃതത്തിൽ നിന്ന് അറബിയിലേക്ക് ഭാഷാന്തരം ചെയ്തു. എന്നിട്ട് ബാഹ്യപ്രേരണകളില്ലാതെ നവോത്ഥാനം ഉണ്ടായി എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അവർ പറയുന്ന, അവർ ആഘോഷിക്കുന്ന, അവർ രമിക്കുന്ന ആ പഴയ കാലത്തെ യൂറോപ്യൻ സംസ്കാരം, ഗ്രീക്ക് യവന പ്രാചീന സംസ്കൃതി, അതിനെ തന്നെ അവർക്ക് വായിച്ചെടുക്കാൻ സാധിച്ചത് അറബി ഭാഷയുടെ സഹായത്തോടു കൂടിയാണ്. ഇത്രയും കാര്യങ്ങൾ യൂറോപ്യൻ നവോത്ഥാനത്തെപ്പറ്റി നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടി വരുന്നു. നവോത്ഥാനം ലോകത്ത് എവിടെയും ഉണ്ടാകുന്നത് പല പല ഘടകങ്ങൾ ചേർന്നാണ്. ഏകശിലാഖണ്ഡമായി കൊണ്ടല്ല, ഒരൊറ്റ അച്ചിൽ വാർത്തെടുത്ത പോലെയല്ല, നിരവധി. ഇപ്പം കേരളത്തിലെ നവോത്ഥാനം ഇത് വളരെ ബഹുത്വത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. അതിലേക്ക് നയിച്ച ഘടകങ്ങളെല്ലാം വളരെ വളരെ വ്യത്യസ്തവും വിരുദ്ധവുമാണ്. പലത് എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് കേരളത്തിലെ നവോത്ഥാനം ഉണ്ടാക്കിയത്. ആലോചിച്ച് നോക്കിയാൽ അത്ഭുതം തോന്നും, വളരെ കൗതുകം തോന്നും. സമുദായ സംഘടനകൾ പിൽക്കാലത്ത് കേരളത്തിൽ ആരോ ഏതിൻ്റെയൊക്കെ പേരിൽ തള്ളിപ്പറഞ്ഞാലും ഇല്ലെങ്കിലും സമുദായ സംഘടനകൾ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് നവോത്ഥാനത്തിൽ വഹിച്ചത്. വ്യക്തമായിട്ട് പറഞ്ഞാൽ SNDP വഹിക്കുന്നു പങ്ക്, NSS വഹിക്കുന്നു പങ്ക്. യോഗക്ഷേമ സഭ, VT ഭട്ടതിരിപ്പാടിനെ പോലുള്ളവരുടെ ആശയത്തിലും ചിന്തയിലും വളർച്ച പ്രാപിച്ച ആ യോഗക്ഷേമ സഭ പേര് കേട്ടാൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, ഇന്നിപ്പോൾ NSS എന്ന് കേട്ടാൽ, SNDP എന്ന് കേട്ടാൽ ആളുകൾ ധരിക്കുന്ന പോലെയല്ല. ധരിക്കുന്നത്
വേറെന്തോ തെറ്റാണെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ പൂർണ്ണമായും നവോത്ഥാനത്തിലേക്ക് വന്നു ചേർന്ന് ഒഴുകിയ ചാലുകളായിട്ടാണ്. അതുകൊണ്ട് ഈ സമുദായ സംഘടനകളൊക്കെ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ വഹിച്ച പങ്ക് നിഷേധിക്കാൻ സാധിക്കില്ല. നവോത്ഥാനത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അതിനെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ, ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ, ഒരു പ്രത്യേക പക്ഷത്തിൻ്റെ, ഒരു പ്രത്യേക വീക്ഷണത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് എന്ന് പറയുന്നതാണ് അതിനോട് ചെയ്യുന്ന തെറ്റ്. നവോത്ഥാനം വിവിധങ്ങളായ ഘടകങ്ങളുടെ, വിവിധങ്ങളായ സ്വാധീന ശക്തികളുടെ, വിവിധങ്ങളായ ആശയഗതികളുടെ, ധാരകളുടെ എല്ലാം ഒരു സിംഫണി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സംഘനൃത്തം. വിവിധങ്ങളായ ആശയങ്ങളുടെ, വിവിധങ്ങളായ തത്വങ്ങളുടെ, വിവിധങ്ങളായ സാംസ്കാരിക ധാരകളുടെ എല്ലാം സ്വാധീന ഫലമായിട്ടാണ് നവോത്ഥാനം സംഭവിച്ചിട്ടുള്ളത്. ക്രിസ്ത്യൻ സമുദായം ഇന്ന് കാര്യമായിട്ടൊന്നും എവിടെയും പേര് പോലും പറയുന്നത് കേൾക്കുന്നില്ല. ഒരു പക്ഷേ കേരളത്തിൽ അർണോസ് പാതിരി നവോത്ഥാനത്തിൽ വഹിച്ച പങ്ക് വളരെ വളരെ പ്രധാനമാണ്. അതുപോലെ മറ്റു പലരും. ഏണസ്റ്റ് ഹാങ്സ് ലെയ്ഡൻ എന്നായിരുന്നു അർണോസ് പാതിരിയുടെ ശരിയായിട്ടുള്ള പേര്. മലയാളത്തിൽ അർണോസ് പാതിരി എന്ന് അദ്ദേഹം വിളിക്കപ്പെട്ടെങ്കിലും ഏണസ്റ്റ് ഹാങ്സ് ലെയ്ഡൻ അദ്ദേഹത്തെ പോലുള്ളവരുടെ ക്രൈസ്തവ പക്ഷത്ത്, മിഷണറിമാരുടെ പക്ഷത്ത്, അതേമാതിരി തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വഹിച്ച പങ്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ്. അതേമാതിരി തന്നെ പേരങ്ങനെ അങ്ങ് പറഞ്ഞു പോകാൻ വളരെ എളുപ്പമാണ്. ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമികൾ, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, വാഗ്ഭടാനന്ദൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, പണ്ഡിറ്റ് കറുപ്പൻ, ടി കെ മാധവൻ, സി കേശവൻ, വി ടി ഭട്ടത്തിരിപ്പാട്, മിതവാദി സി കൃഷ്ണൻ, അങ്ങനെ അങ്ങനെ ഓരോ സമുദായത്തിൽ നിന്നും ധാരാളം പേരുകളെടുത്ത് അവതരിപ്പിക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെ ഏതെങ്കിലും പ്രത്യേക സമുദായങ്ങളിലോ വിഭാഗങ്ങളിലോ വന്ന പേരുകളെ കൊണ്ട് മാത്രം വർണ്ണിക്കാനും വിവരിക്കാനും വിശേഷിപ്പിക്കാനും സാധിക്കുന്നതല്ല ഈ നവോത്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പരമാർത്ഥം. നവോത്ഥാനം പല പല ധാരകളിലൂടെ സംഭവിച്ചു എന്ന് നാം പറയുമ്പോൾ നവോത്ഥാനത്തെക്കുറിച്ച് പറയാൻ സാധിക്കുന്ന, ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന സംഗതി ഒരു പക്ഷേ നവോത്ഥാനം ബഹുസ്വരതയിൽ സംഭവിച്ചു എന്ന് പറയുന്നതായിരിക്കും. നവോത്ഥാനം സാംസ്കാരിക ബഹുസ്വരതയുടെ ഏറ്റവും മികവുറ്റ ഉൽപ്പന്നമാണ്. സാംസ്കാരികമായ വിവിധ ധാരകൾ ചേർന്ന് നിർമ്മിച്ചതാണ് നവോത്ഥാനം. ഭാരതീയ നവോത്ഥാനത്തിൽ നിന്ന് വേറിട്ട് കേരളീയ നവോത്ഥാനത്തെ ചർച്ച ചെയ്യുന്നതും അത്രമാത്രം ചരിത്രപരമായിട്ട് ശരിയായിരിക്കില്ല, ഉചിതമായിരിക്കില്ല. രാജാറാം മോഹൻ റായിലൂടെ തുടങ്ങുന്നു, ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം അത് വളരുന്നു. കേരളത്തിലും അങ്ങനെ. ഗാന്ധിജി കേരളത്തിൽ വരുമ്പോൾ ഗാന്ധിജിയുടെ അടുക്കൽ ചെന്നിട്ട് ഐത്തോച്ചാടനം കൂടി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാര്യക്രമത്തിൽ ഉൾപ്പെടുത്തണം എന്ന് നിവേദനം നൽകുന്നു കേരളത്തിലെ സാമൂഹിക പരിഷ്കരണവാദികൾ. ഗാന്ധിജി അതിന് സമ്മതിക്കുന്നു. ഭാരതീയ നവോത്ഥാനത്തിൻ്റെ ഒരു സ്വാധീന ശക്തി അതിനോടൊപ്പം നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ സാംസ്കാരികമായ ബഹുത്വത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, ഇന്ത്യൻ നവോത്ഥാനം എടുക്കുക. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ചർച്ച മിക്കവാറും എല്ലാവരും ആരംഭിക്കുന്നത് ബ്രഹ്മസമാജം സ്ഥാപിച്ച് രംഗത്ത് വന്ന രാജാറാം മോഹൻ റായിയുടെ പേരിലൂടെയാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ദൃഷ്ടാന്തവും. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ബഹുസ്വരതക്ക്, അതിൻ്റെ വൈവിധ്യത്തിന്, അതെത്രമാത്രം വിവിധതല സ്പർശിയാണ്, വിവിധതല സ്വാധീനങ്ങൾക്ക് വിധേയമാണ് എന്നുള്ളതിന് തെളിവ്, ഏറ്റവും വലിയ തെളിവ് ഒരു പക്ഷേ രാജാറാം മോഹൻ റായിയുടെ വ്യക്തിത്വം തന്നെ ആയിരിക്കും. അദ്ദേഹത്തിന് അറബി അറിയാമായിരുന്നു, പേർഷ്യൻ അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പലതും ഇസ്ലാമിൻ്റെ സ്വാധീനം വളരെ വളരെ പ്രകടമായിരുന്നു. രാജാറാം മോഹൻ റായിയുടെ വളരെ അറിയപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞാൽ ഒരു പക്ഷേ എന്ന് വല്ല ദർസിലോ അറബി കോളേജിലോ പഠിപ്പിക്കുന്ന കിതാബാണോ എന്ന് ആളുകൾക്ക് തോന്നിപ്പോകും. തുഹ്ഫത്തുൽ മുവഹിദീൻ എന്നായിരുന്നു രാജാറാം മോഹൻ റായിയുടെ ഒരു ഗ്രന്ഥത്തിൻ്റെ പേര്.
പേര് കേൾക്കുന്ന പോലെ അത് അറബിയിലായിരുന്നില്ല, അത് പേർഷ്യനിലായിരുന്നു അദ്ദേഹം എഴുതിയത്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അത്രമാത്രം ഈ നവോത്ഥാനത്തിൽ എല്ലാ സാംസ്കാരിക ധാരകളും പങ്കുവഹിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. അതേമാതിരി ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളെയും അത് സ്വാധീനിച്ചു. ചെറുതെന്ന് തോന്നുന്ന, വലുതെന്ന് തോന്നുന്ന, ചെറുതല്ലാത്ത, എല്ലാം പ്രധാനമായിട്ടുള്ള, ഉദാഹരണമായിട്ട് ഉടുപ്പ്, ഏത് ഉടുപ്പ് അണിയണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകൾ. ഏത് ഉടുപ്പ് അണിയാം, കുപ്പായമിടാനുള്ള ക്രിസ്ത്യൻ മിഷണറിമാർ വന്നിട്ടാണ് ഈ കുപ്പായമിടാനുള്ള ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തോടുകൂടി ആരംഭിച്ച ടിപ്പു സുൽത്താൻ്റെ കേരളത്തിലേക്കുള്ള വരവ് കേരളീയ നവോത്ഥാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രേരക ഘടകങ്ങളിൽപ്പെട്ടതാണ്. അതിനെ എങ്ങനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ, പക്ഷെ നമ്മുടെ നവോത്ഥാന ചർച്ചകൾക്ക് സംഭവിച്ച ഒരു വലിയ ദുര്യോഗം, അതും കൂടി ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. രാഷ്ട്രീയമായ കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് പലരും നവോത്ഥാനം ചർച്ച ചെയ്തത്. നവോത്ഥാനം എന്തോ ഒരു സാംസ്കാരികമായ തുരുത്താണ് എന്ന മട്ടിൽ. ലോകത്ത് സാംസ്കാരികമായ ഏത് സംഭവങ്ങളുടെയും പ്രേരകമായി ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ കേരളീയ നവോത്ഥാനം അടക്കം കേരളത്തിൻ്റെ നവോത്ഥാനം സംഭവിക്കുന്ന കാലത്ത് ആ നവോത്ഥാനത്തിന് വേണ്ടി രംഗത്ത് വന്നവർ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും, പക്ഷേ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ, സാഹചര്യമൊരുക്കുന്ന പ്രവർത്തനം അതിനു മുമ്പേ തുടങ്ങിയിരുന്നു. ആ സാഹചര്യമൊരുക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മറ്റ് പല പ്രദേശങ്ങളിലും നടത്തപ്പെട്ട പ്രവർത്തനങ്ങൾ സ്വരൂപിക്കപ്പെടുകയുണ്ടായി. ഇപ്പോൾ മലയാള ഭാഷ നവോത്ഥാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണത്. മലയാളത്തോടുള്ള താല്പര്യം, പിന്നെ താല്പര്യക്കുറവ്, ഇപ്പോൾ വീണ്ടും താല്പര്യം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇങ്ങനെ പ്രചരിച്ചു വന്ന കാലത്ത് കുറേശ്ശെ മലയാളത്തോട് അനാഭിമുഖ്യമുണ്ടായി. ഇപ്പം മലയാളമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കഴിഞ്ഞ് സ്വാതന്ത്ര്യം, ജനാധിപത്യമൊക്കെ വന്ന് കേരളം ഒരു സംസ്ഥാനമായി, മലയാളികളൊരു സമൂഹമായി മലയാള ഭാഷയുടെ പുതിയ ഒരു ഉത്ഥാനം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ തുടക്കത്തിൽ മണിപ്രവാളത്തിനെതിരെ മലയാളത്തിൻ്റെ ഒരു ആധിപത്യം, ഒരു ചെറുത്തുനിൽപ്പുണ്ടായി. സംസ്കൃതം കലർത്തിയുള്ള മലയാളത്തിനെതിരെ ശുദ്ധ മലയാളത്തിൻ്റെ ഒരു പ്രതികരണം. അതിൻ്റെ തലപ്പത്തുന്നത് പൂന്താനം നമ്പൂതിരിയാണ്, അല്ലെങ്കിൽ പൂന്താനത്തെ പോലുള്ളവരാണ്. പച്ച മലയാളത്തിൽ ജ്ഞാനപ്പാന പോലുള്ള കവിതകൾ എഴുതിക്കൊണ്ട് അതൊരു ഏറ്റവും വലിയൊരു നവോത്ഥാനമായിരുന്നു. പൂന്താന അന്ന് എഴുതിയ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ കവിത ഇന്നും മലയാളിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അന്ന് പൂന്താനത്തിൻ്റെ കാലത്ത് ജീവിച്ച മറ്റു പല കവികളും എഴുതിയത് അതേമാതിരി ഗ്രാഹ്യമാകണം, ആസ്വാദ്യമാകണം എന്നില്ല. കാരണം സംസ്കൃതത്തിൻ്റെ മണിപ്രവാളത്തിൻ്റെ സ്വാധീനം അത്ര ശക്തമായിരുന്നു. ഈ പൂന്താനത്തെ പോലുള്ളവർക്കും ഡോക്ടർ കുറുപ്പിനെ പോലുള്ള ചരിത്രകാരന്മാർ നിരീക്ഷിച്ചിട്ടുള്ളതാണ്. ഇവിടെ അവർക്കൊക്കെ തന്നെ ഈ രീതിയിലുള്ള നവോത്ഥാനപരമായ പ്രവർത്തനത്തിന് സജ്ജീകരണം ഒരുക്കാൻ സാധിച്ചത് കേരളത്തിൻ്റെ പടിഞ്ഞാറേ തീരത്തുണ്ടായ ഒരു ചെറുത്തുനിൽപ്പാണ്. പോർച്ചുഗീസുകാർക്കെതിരായ ചെറുത്തുനിൽപ്പ്. അപ്പം നേരിട്ടിപ്പോൾ സാമൂതിരിയും കുഞ്ഞാലിമരക്കാരും വന്ന് നവോത്ഥാനം ഉണ്ടാക്കി എന്ന് പറയണമെന്നില്ല, പറയണ്ട. ഒരു പക്ഷേ പറയുന്നത് അത്ര ഉചിതവുമായിരിക്കില്ല. പക്ഷേ കേരളീയ നവോത്ഥാനത്തിന് മണ്ണൊരുക്കുന്നതിൽ, കേരളീയ നവോത്ഥാനത്തിന് സജ്ജീകരണമൊരുക്കുന്നതിൽ, നവോത്ഥാനത്തിന് വേണ്ടി ഈ മണ്ണ് ഉഴുതു മറിക്കുന്നതിൽ സാമൂതിരിയുടെ, കുഞ്ഞാലിമാരുടെ ചെറുത്തുനിൽപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചു എന്നുള്ളത് നമുക്കൊരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതിന് പ്രേരണയായ സാഹിത്യം, സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ അതുപോലുള്ള മഹാപണ്ഡിതന്മാരുടെ രചനകൾ, കൂട്ടത്തിൽ പറയട്ടെ, ചരിത്രം അല്ലെങ്കിൽ നവോത്ഥാനം എത്രമാത്രം ബഹുസ്വരമാണ് എന്ന് ആലോചിക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു ആധികാരികമായ ചരിത്രം ആദ്യമായിട്ട് എഴുതപ്പെടുന്നത് അറബ് ഭാഷയിലാണല്ലോ. പാട്ടുകളിലും ഐതിഹ്യങ്ങളിലും ഒക്കെ കടന്നിരുന്ന കേരളത്തിൻ്റെ ചരിത്രത്തിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പ്, ഒരു പ്രാമാണികമായ ചരിത്രം, ശാസ്ത്രീയമായി ആ കാര്യത്തിൽ വളരെയേറെ
ഗവേഷണാത്മകമായ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ഒരു ചരിത്ര പണ്ഡിതൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം അബുദാബിയിൽ അടുത്ത കാലത്ത് നടന്നിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് 4 വാള്യങ്ങളിൽ. കുറുപ്പ് സാറും ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്തത് ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവാണ്. ഗവൺമെൻറ് ഇന്ത്യയുടെ പൈതൃകമായിട്ട് 4 ഭാഷകളിൽ ആ പുസ്തകം ഇറക്കി. അത് എഴുതപ്പെട്ട അറബി, പിന്നെ മലയാളം, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ ഹിന്ദി. പഴയ ഗവൺമെൻറ്റാണ് UPA സർക്കാർ, പറയേണ്ടതില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ആ രീതിയിൽ കേരളത്തിൻ്റെ അതും അതൊക്കെ നവോത്ഥാനത്തിലേക്കുള്ള ആശയമണ്ഡലത്തിൽ ഒക്കെ ഉണ്ടായിട്ടുള്ള വലിയ പരിവർത്തനങ്ങളാണ്. അതിലാരൊക്കെ പങ്കുവഹിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ ഉണ്ടായിരുന്ന ജാതിഘടന, ആ ജാതിഘടന തിരുത്തുന്നതിൽ ഈ മതങ്ങളുടെ ഒക്കെ പങ്ക്, ഇസ്ലാമിൻ്റെ പങ്ക്, അതിനുമുമ്പ് വന്ന ക്രൈസ്തവ സ്വാധീനം, ഇതൊക്കെ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. 40 മിനിറ്റ് സംസാരിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഞാൻ അത്രയും ആകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വാക്കുകൾ ചുരുക്കാനാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. മറ്റു പ്രമുഖരായ നമ്മുടെ അതിഥികൾ, നമ്മുടെ ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന, വിവിധ തലങ്ങളിൽ പങ്കെടുക്കുന്ന പ്രസംഗകരെല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നവോത്ഥാനത്തെ നമുക്ക് രാഷ്ട്രീയ വിപ്ലവം എന്ന് പോലും, സാമൂഹിക വിപ്ലവം എന്ന് പോലും വിശേഷിപ്പിക്കാവുന്നതാണ്. നവോത്ഥാനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ സോഷ്യൽ റവല്യൂഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയമായ ഒരു അന്തരീക്ഷം അതിന് ഒരുക്കി കൊടുത്തപ്പോഴാണ് നവോത്ഥാനത്തിനുള്ള ഒരവസ്ഥാവിശേഷം ഇവിടെ ഉണ്ടായിത്തീർന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഒന്നാമതായി ഞാൻ സൂചിപ്പിച്ചത്, പദത്തോടോ ആശയത്തോടോ വിയോജിപ്പില്ലെങ്കിലും നവോത്ഥാനവും അഥവാ റിനൈസാൻസ് അത് യൂറോപ്പിൽ പിറവിയെടുത്ത രീതിയോടും അതിൻ്റെ ഉള്ളടക്കത്തോടും ഞാൻ കടുത്ത രീതിയിൽ വിയോജിക്കുന്നു. ഒന്നാമതായി, ഏഷ്യൻ രാജ്യങ്ങളുടെ മേൽ, മറ്റു രാജ്യങ്ങളുടെ മേൽ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നതിന് ആണ് യൂറോപ്പുകാർ അവരുടെ നവോത്ഥാനം ഉപയോഗപ്പെടുത്തിയത്. 2, ലോകത്തെ എല്ലാ നല്ല സംഗതികളും യൂറോപ്പിലാണ് ഉണ്ടായത് എന്ന യൂറോ കേന്ദ്രീകൃത ലോകവീക്ഷണത്തിൻ്റെ പ്രകടനമാണ് യൂറോപ്യൻ നവോത്ഥാനം. ലോകത്തെല്ലാ നന്മകളും ഉണ്ടായത് യൂറോപ്പിലല്ല. ലോകത്ത് ഒരു പ്രവാചകനും യൂറോപ്പിൽ വന്നിട്ടില്ല എന്നുള്ള ഒറ്റ കാര്യം മതി അത് മനസ്സിലാക്കാൻ. ഈ ആഘോഷിക്കപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകന്മാരായ പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, ഇവരാരും തന്നെ പ്രവാചകന്മാർ ജീവിച്ച മണ്ണിൽ ജീവിച്ചവരല്ല. ഇതൊക്കെ യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വൈകല്യങ്ങളാണ്. പ്രവാചകന്മാർ ജീവിച്ച ആത്മീയ തേജസ്വികളുടെ അധ്യാപനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണായി തീർന്ന, ഒരു ഘട്ടത്തിലല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ആത്മീയമായ, നൈതികമായ, ദൈവികമായ ഗ്രന്ഥങ്ങളുടെ, വേദങ്ങളുടെ വിജ്ഞാന പാരമ്പര്യത്തെ അവകാശപ്പെട്ടവരല്ല. അരിസ്റ്റോട്ടിലൊക്കെ ഇടക്ക് കാലത്ത് ഈജിപ്തിൽ പോയതായിട്ട് പറയപ്പെടുന്നുണ്ട്. ആ സമയത്ത് മാത്രമാണ് അവർ പ്രവാചകന്മാർ വന്ന മണ്ണുമായിട്ട് അല്പകാലത്തെങ്കിലും ബന്ധപ്പെട്ടത്. മറിച്ചുള്ള അവരുടെ എല്ലാ ജീവിതവും തന്നെ പ്രവാചകന്മാർ വരാത്ത, ഏറ്റവും കൗതുകകരമായി ശ്രദ്ധിക്കപ്പെടേണ്ട ഭൂമിശാസ്ത്രപരമായ ഒരു സംഗതി, ദൈവത്തിൻ്റെ പ്രവാചകന്മാരായി ലോകമതങ്ങൾ വാഴ്ത്തുന്ന, അംഗീകരിക്കുന്ന, ആദരിക്കുന്ന ഒരു വ്യക്തിത്വം പോലും യൂറോപ്യൻ മണ്ണ് തൊട്ടുകൂട്ടിയില്ല, അവിടെ പാദസ്പർശം ഉണ്ടായില്ല എന്നുള്ളതാണ്. യൂറോപ്യന്മാർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന യേശുക്രിസ്തു പോലും ഏഷ്യയിലാണ്. സൗരാഷ്ട്രോ, കൺഫ്യൂഷ്യസോ, അറിയപ്പെടുന്നവരോ അല്ലാത്തവരോ, ശ്രീബുദ്ധനോ, ഹൈന്ദവ പാരമ്പര്യത്തിലെ ആചാര്യശ്രേഷ്ഠന്മാരോ, അന്ത്യപ്രവാചകനായ ഇസ്ലാമിൻ്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം, മോശെ, അതിനുമുമ്പുള്ള സകല പ്രവാചകന്മാർ എല്ലാവരും ഏഷ്യയിലാണ് വന്നിട്ടുള്ളത്. ഏഷ്യക്ക് ഒരർത്ഥത്തിൽ യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല. അതിലേക്ക് ഞാൻ കടക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല, അത് മറ്റൊരു വിഷയമാണ്. യൂറോപ്പുകാർക്ക് 14-ാം നൂറ്റാണ്ടിൽ വന്ന പോലുള്ള ഒരു നവോത്ഥാനത്തിൻ്റെ അതിൻ്റെ ഒരു സാഹചര്യം ഏഷ്യ, ഞാൻ അതിലേതെങ്കിലും കഷ്ണത്തെ ഉദ്ദേശിച്ചുകൊണ്ടല്ല പറയുന്നത്, ഉണ്ടായിരുന്നില്ല. ഇതാണ് വളരെ പ്രധാനപ്പെട്ട സംഗതി. 2, പക്ഷേ ആ പദത്തോടോ സാമൂഹിക പരിവർത്തനം, സാമൂഹിക വിപ്ലവം
എന്ന അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുന്ന നവോത്ഥാനത്തിൻ്റെ വ്യാഖ്യാനത്തോടോ ഒരു വിയോജിപ്പും ഉണ്ടാകേണ്ട കാര്യമില്ല. അത് ലോകത്ത് പലയിടത്തും നടന്നിട്ടുണ്ട്. അത് പദത്തെപ്പറ്റി തർക്കിക്കണ്ട. അറബി പറയും നസാ, അല്ലെങ്കിൽ ഉറുദു പറയും നസാഎ ലഫ്സി. നസാഎ ലഫ്സി, പദപരമായ പദങ്ങളുടെ തർക്കത്തിലേക്ക് കടക്കണ്ട. നവോത്ഥാനം എന്ന് വിളിച്ചോ, അല്ലെങ്കിൽ പുനരുജ്ജീവൻ എന്ന് വിളിച്ചോ, പുനരുത്ഥാനം എന്ന് വിളിച്ചോ, അത് സാമൂഹിക പരിവർത്തനമാണ്, അത് സാമൂഹിക വിപ്ലവമാണ്. അത് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്, കേരളത്തിൽ നടന്നിട്ടുണ്ട്, നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നവോത്ഥാനത്തിന് ഫുൾ സ്റ്റോപ്പില്ല. നവോത്ഥാനം തുടരുന്ന പ്രതിഭാസമാണ്. അത് പിന്നെയും പിന്നെയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇന്നലത്തെ ഒന്നായിരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലത്ത് മലയാളത്തോട് അനാഭിമുഖ്യം ഇംഗ്ലീഷ് വന്നപ്പോൾ, പിന്നെ മലയാളത്തോട് ആഭിമുഖ്യം, ഇതൊക്കെ ഉണ്ടായി. മാത്രവുമല്ല, നവോത്ഥാനത്തെപ്പറ്റി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അധിനിവേശ വിരുദ്ധ സമരത്തെ നവോത്ഥാനത്തിന് മണ്ണൊരുക്കുന്നതിൽ ആ സമരം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. പറങ്കികൾക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ, ഡച്ചുകാർക്കെതിരെ, അതിനുമുമ്പ് ഫ്രഞ്ചുകാർക്കെതിരെ ഈ സമരങ്ങളൊന്നും ഇതിന് പുറത്തല്ല. ആ സമരങ്ങളെ ഉപജീവിച്ചുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായി വന്നത്. ക്രിസ്ത്യാനികൾക്കിടയിൽ ആദ്യം ഉദയംപേരൂർ സുനഹദോസ് ഉണ്ടായി. ഉദയംപേരൂർ സുനഹദോസിനെ കേരളത്തിലെ ക്രൈസ്തവർ നിഷേധിച്ചുകൊണ്ട് പറങ്കികൾക്കെതിരെ അവർ കൂനംകുരിശ് സത്യം നടത്തി. ഈ കൂനംകുരിശ് സത്യം കേരളക്കരയിൽ നവോത്ഥാനം ഉണ്ടാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയുണ്ടായി. അവസാനത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇവിടെ ഈ വിനിയോഗിക്കാൻ ശ്രമിച്ചത്, നവോത്ഥാനം ഏകശില ഖണ്ഡമല്ല. നവോത്ഥാനം ബഹുസ്വരമാണ്, സമൂഹം ബഹുസ്വരമാണ്. നവോത്ഥാനം ബഹുസ്വരമാണ് എന്ന് സമ്മതിക്കണമെങ്കിൽ യൂറോപ്യന്മാർ നവോത്ഥാനത്തിൽ നൽകിയ നിർവചനത്തെ തന്നെ ആദ്യം തള്ളിപ്പറയണം. ബാഹ്യമായ സ്വാധീനം ഇല്ലാതെയാണ് ഞങ്ങൾ നവോത്ഥാനം ഉണ്ടാക്കിയെന്നാണ് യൂറോപ്യന്മാർ പറയണത്. അത് കള്ളമാണ്. അത് അവർ കള്ളം മാത്രമല്ല, അത് ചതിയാണ്. ലോകത്ത് മറ്റു സംസ്കാരങ്ങളുടെ നേട്ടങ്ങളൊക്കെ എടുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു സാധനത്തെ മെയ്ഡ് ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ സാധനമാണ് യൂറോപ്യൻ നവോത്ഥാനം. ഇന്ത്യൻ നവോത്ഥാനമാകട്ടെ, കേരള നവോത്ഥാനമാകട്ടെ, വിവിധങ്ങളായ ചിന്താധാരകളുടെ ഒരു പരിണിത ഫലമാണ്. അതുകൊണ്ട് നവോത്ഥാനത്തെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിനെ ബഹുസ്വരതയിലൂടെ വായിക്കണം. നവോത്ഥാനത്തോട് നീതി പുലർത്തണമെങ്കിൽ അതിൻ്റെ ബഹുസ്വരപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ശ്രദ്ധിക്കണം. മുസ്ലിം സമുദായത്തെ പോലുള്ളവർ ഓരോ സമുദായത്തിൻ്റെ അകത്ത് നടന്ന പരിഷ്കരണത്തെ മാത്രം നവോത്ഥാനമായി കാണുന്നതിന് പകരം നാട്ടിൽ ഉണ്ടായിട്ടുള്ള നവോത്ഥാനത്തെ കാണാൻ ശ്രമിക്കണം. അതിൽ മുസ്ലിം സമുദായം, ക്രൈസ്തവ സമുദായം നൽകിയ സംഭാവനകളും കാണാൻ ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുമ്പോൾ മാത്രമേ നവോത്ഥാനത്തെ അതിൻ്റെ പൂർണ്ണമായ ക്യാൻവാസിൽ വായിക്കാൻ സാധിക്കൂ. അല്ലാതെ 2-3 വ്യക്തികളിൽ മാത്രം, അല്ലെങ്കിൽ 2-3 പ്രസ്ഥാനങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തുന്ന ഒന്നല്ല. നവോത്ഥാനത്തിൻ്റെ ആകാശം വിശാലമാണ്. നവോത്ഥാനത്തിൻ്റെ ഭൂമിയും അതിൻ്റെ സാധ്യതകളും വിശാലമാണ്. നിങ്ങൾക്കെൻ്റെ നന്ദി, നമസ്കാരം.